എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ നിന്നു. അപ്പോൾ അതെനിക്കൊരു വലിയ വിഷമമായി പോയി. 2 വർഷം കൂടി സ്കൂൾ ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ നമ്മുടെ തിരക്കുകളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാൻ തിങ്കളാഴ്ച നേരം എടുക്കുന്നു, വെള്ളിയാഴ്ചയാകുന്നു, പിന്നെ നമ്മൾ NSS, കരിയർ ഗൈഡൻസ്, സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദിവസങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇനിയിപ്പം പുതിയ പാതകളൊക്കെ തേടേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പഠിപ്പിച്ച ഒരു എം.പി. ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നമുക്കിങ്ങനെ കുട്ടികളുടെ സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ മാറ്റം വന്നു. ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സുകളൊക്കെ പല അധ്യാപകരും പങ്കുവയ്ക്കാറുണ്ട്. ക്ലാസ്സുകൾ മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ അധ്യാപകരോട് പറയാനുള്ളത്, സമൂഹത്തിൽ പറയാനുള്ളത്, അവരെ നമുക്ക് ശാസിച്ചും വഴക്ക് പറഞ്ഞും പഠിച്ചു പോകുന്നതിനൊക്കെ സാധിക്കില്ല. അങ്ങനെ ഒരു ട്രെൻഡാണ്. പിന്നെ അവരെ നമ്മുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഞാൻ 7 വർഷമായിട്ട് ഞാൻ വടിയെടുത്തിട്ടേ, നേരത്തെ ഇന്ത്യയൊക്കെ പഠിച്ചുകൊണ്ട് കാരണം ഞാൻ വടിയെടുത്ത് അടിക്കടിച്ചു. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ വടിയെടുക്കുന്നത്, 8 വർഷമായിട്ട് ഞാൻ വടിയെടുത്തതേ. അപ്പം വരുന്ന വിധമാരൊക്കെ നമ്മൾ ഇന്ത്യക്ക് കൈകാര്യം ചെയ്ത് കടന്നുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് നല്ല വഴികളിൽ പോകുന്നത്. എല്ലാവരും ആശംസകളും ഒപ്പം എന്നോടൊപ്പം റിട്ടയർ ചെയ്യുന്ന 2 അധ്യാപകരും എല്ലാവരും ഭാവങ്ങളും നേർത്തു. നന്ദി, നമസ്കാരം. Thank you, sir. സൗമ്യനും ശാന്തശീലനുമായ ബിനു സാറിനെ അവരുടെ പുസ്തകത്തിന് അയച്ചു. ഈ യാത്രയുടെ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന സെബാസ്റ്റ്യൻ സാർ, സ്വാഗതം ആശംസിച്ച സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഷൈനി സാർ, മെമന്റോ സമ്മാനിച്ച ആശംസകൾ സംസാരിച്ച എന്നോടൊപ്പം റിട്ടയർ ചെയ്യുന്ന സാബിസ ജയപ്രകാശൻ സാർ, നന്ദി അർപ്പിക്കുന്ന സാർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഏതാണ്ട് 25 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ വിരമിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഉചിതമായ ഒരു യാത്രയുടെ സംഘാടനം ഒരുക്കി ഞങ്ങളെ ബഹുമാനിച്ചു കോട്ടയം എക്കണോമിക്സ് അസോസിയേഷൻ, അതിൻ്റെ ഭാരവാഹികൾക്കും അതിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ എക്കണോമിക്സ് കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അധിക വർഷമായി. ഞാൻ ഹൈസ്കൂളിൽ നിന്ന് വൈറ്റ് ട്രാൻസ്ഫർ വഴി 2019 ഈ എക്കണോമിക്സ് കുടുംബത്തിലേക്ക് കടന്നു വന്നത്. 2000 ഞാൻ സർവീസിൽ കയറിയത്. HSI ലിസ്റ്റിൽ പല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കയറി ഞാൻ UPSC ആയിട്ടും HSI ആയിട്ടും 2019 സേവനം ചെയ്തു. 2019 PSCയിൽ നിന്നും LD ക്ലർക്കായിട്ട് ഞാൻ ഏതാനും മാസം ജോലി ചെയ്തു. അത് റിസൈൻ ചെയ്തിട്ടാണ് ടീച്ചിങ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഈ അവസരത്തിൽ എനിക്ക് നന്ദിയുടെ വാക്കുകൾ മാത്രമേ എന്നോട് പറയുവാനുള്ളൂ. ഞാൻ ഏറെ താമസിച്ചാണ് എക്കണോമിക്സ് കുടുംബത്തിലേക്ക് വന്നത്. ആദ്യകാലത്ത് കോട്ടയത്തെ വാല്യുവേഷൻ ക്യാമ്പിൽ വന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ ഏറെ സഹായിച്ച ധാരാളം അധ്യാപകർ ഇവിടെയുണ്ട്, ഇവിടെ ഇല്ലാത്തവരുണ്ട്. അന്ന് കോട്ടയം ക്യാമ്പിൽ കൂടുതൽ അധ്യാപകരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ഒന്നത്തെ ക്യാമ്പിലൊക്കെ വരുമ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറിയിരുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ എന്നെ സ്വീകരിച്ച് നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തി. അതിനെനിക്ക് എല്ലാ അധ്യാപകരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഹയർ സെക്കൻഡറിയിലേക്ക് രാമപുരം സെൻറ്റ് അഗസ്റ്റിൻസ് സ്കൂളിലേക്കാണ് വന്നത്. അവിടെ ഉണ്ടായിരുന്ന നിജോസ എന്ന സഹപ്രവർത്തകനായിരുന്നു. നിജോസാർ എന്നെ ധാരാളം സഹായിച്ചു. അതിനുശേഷം നീന ടീച്ചർ, പിന്നീട് കടനാട് വന്നപ്പോൾ മെറിൻ ടീച്ചർ. ഞാൻ കഴിഞ്ഞ കുറേ മാസമായിട്ട് ലീവിലായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് മെറിൻ ടീച്ചർ സ്കൂളിൽ സാറങ്ങ് വന്നില്ല, കുഴപ്പമില്ല, ഈ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെല്ലാം നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു.
ഇവരോടൊക്കെയുള്ള പ്രത്യേകമായിട്ട് നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ ആ 2000 ഞാൻ ജോലി പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ പല ഹയർ സെക്കൻഡറി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കണ്ട മുഖങ്ങളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഉള്ളത്. മിക്കവാറും പാലാ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കൂളിലെ അധ്യാപകർ സുധീർ സാറും JXPF സാറും ജോയ് സാറൊക്കെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. പലരും ഞാനും ആ ലിസ്റ്റിൽ വളരെ പുറകിലായിരുന്നു. പിന്നീട് HSIലാണ് സർവീസ് കയറിയത്. വളരെ ഷാരി സാറൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നവരാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന എല്ലാ സഹായങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹപാഠിയായിരുന്നു MLA ഒരുമിച്ചതാണ് ജയറാം ടീച്ചർ. അതുപോലെ എൻ്റെ ശിഷ്യയാണ് ശ്രീജ ടീച്ചർ. ഞാൻ പനമറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ 98-99 ഗസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് എൻ്റെ ശിഷ്യയായിരുന്നു ശ്രീജ ടീച്ചർ. ശ്രീജ ടീച്ചർ ഞാൻ SMBയിലെ അധ്യാപകയാണ്. പുറകോട്ടിരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സംതൃപ്തിയുള്ള കാര്യം എന്താണ്, നമ്മളെവിടെ ചെല്ലുന്നു നിങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുവാണെങ്കിൽ അവിടെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നമ്മുടെ ശിഷ്യരായിട്ട് ഇൻസാനല്ലേ എന്ന് ചോദിക്കാൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ ശിഷ്യർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശിഷ്യർ, അതാണ് നമ്മുടെ ഈ അധ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് വിശ്വസിക്കുകയാണ്. ഈ അവസരത്തിൽ ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു, യാത്രയൊക്കെ സമ്മേളനം സംഘടിപ്പിച്ച് ബഹുമാനിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൃതജ്ഞതാ പ്രകാശനത്തിനായി ശ്രീ ജോബി സാറുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കോട്ടയം ജില്ലാ എക്കണോമിക്സ് അസോസിയേഷൻ്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ സാർ, ഇരിക്കുന്ന ജിജി സാർ, പ്രിയപ്പെട്ട സാബി സാർ, ഷാജി സാർ, ജയപ്രകാശ് സാർ, സാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കോട്ടയം ജില്ലയിലെ എക്കണോമിക്സ് കുടുംബത്തിലെ അംഗങ്ങൾ, ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കാര്യമായി ഒന്നും പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിശപ്പിൻ്റെ വിളിയും അതോടൊപ്പം തന്നെ നമ്മുടെ വാല്യുവേഷനും താമസിക്കാതിരിക്കാൻ വേണ്ടി. എങ്കിലും റിട്ടയർ ചെയ്യുന്ന 3 അധ്യാപകരും നമ്മളുടെ ഈ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടി കാര്യമായി പ്രയത്നിച്ചവരാണ്. സബിസാർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകനും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർമാരായിട്ട് ഞാനും സബിസാറും JP ജയപ്രകാശ് സാറിനെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് JP എന്നാണ്, ഒരുമിച്ച് ഉണ്ടായിരുന്നു. സബിസാറ് തൻ്റെ സത്യസന്ധമായ ശൈലിയിൽ എപ്പോഴും നമ്മോട് സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും അങ്ങനെയാണ്. വലിയൊരു സ്കൂളാണ് സെൻറ് മൈക്കിൾസ് കടുത്തുരുത്തി എന്ന് പറയുന്നത്. അത്രയും സ്റ്റാഫുമുണ്ട്, കുട്ടികളുമുണ്ട്. ഈ കുട്ടികളെയും സ്റ്റാഫിനെയും എല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ സാബിസാറിൻ്റെ മികവും മിടുക്കും പ്രശസ്തീയമാണ്. അതിലദ്ദേഹം തൻ്റെ സവിശേഷമായ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ തമാശകളും നുറഞ്ഞ വിദ്യകളും ഉപയോഗിക്കും. അദ്ദേഹം ഒരു ചെറിയല്ല ഒരു രോഗവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ ആര് ഫോൺ ചെയ്താലും എടുക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ പോലും വിവരങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയെ, അവരും എൻ്റെ സുഹൃത്താണ്, മഞ്ജുയെ വിളിച്ചപ്പോഴേക്കും കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു. ആ സ്നേഹത്തിന് എന്നും നമുക്ക് ഓർമ്മയുണ്ടാവും. പ്രിയപ്പെട്ട ജയപ്രകാശ് സാറ് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു സീരിയസ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിളായ മനുഷ്യനാണ്. നമ്മൾ അടുത്തിടപഴകുമ്പോൾ ഭയങ്കരമായ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ജയപ്രകാശിനെയാണ് എൻ്റെ
മനസ്സിലാവും. ക്യാമ്പുകളിലൂടെ കാണുമ്പോൾ എന്താണ് ചെറുപ്പം എന്ന് ചോദിക്കുമ്പോൾ അതിന് അതുപോലെ തന്നെ സംസാരിച്ച് തമാശമൊക്കെ പറഞ്ഞു പോകും. പിന്നെ സാറിനെ വളരെ സീനിയറായ സാറാണ്, എനിക്ക് വലിയ പരിചയമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ 4 വർഷമേ ആയിട്ടുള്ള ക്യാമ്പിൽ വരാൻ വന്നിട്ട്, എങ്കിലും കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അദ്ദേഹം വളരെ ലാളിത്യം ഉള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇനി ഓരോരുത്തരും എടുത്ത് നന്ദി പറയാൻ നിൽക്കുന്നില്ല. ഇനി പരിപാടിയിൽ എത്തിച്ചേർന്ന ഏറ്റവും ബുദ്ധിമുട്ടി എത്തിച്ചേർന്ന ഷാജി സാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നന്നായിട്ട് ക്ലാസ് എടുക്കും. കഴിഞ്ഞ വർഷം പാലായിൽ കോഴ്സ് കൂടിയവർക്കറിയാം എത്ര കാര്യക്ഷമതയോടെയാണ് പാലാക്കാരായ എക്കണോമിക്സ് അധ്യാപകരെ കൈകാര്യം ചെയ്തത്. ഒരു ദിവസം മുഴുവൻ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ആൾക്കാരല്ല നമ്മളെന്ന് നമുക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ ഷാജി സാറ് മനോഹരമായി കൈകാര്യം ചെയ്തു. തികഞ്ഞ ഒരു അധ്യാപകനും അതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു ഭരണകർത്താവുമാണെന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഷാജി സാറിന് എക്കണോമിക്സ് കുടുംബത്തിൻ്റെ നന്ദി സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. യോഗാധ്യക്ഷൻ സെബാസ്റ്റ്യൻ സാറ് ഈ അസോസിയേഷൻ്റെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇന്നിവിടെ ഈ പ്രോഗ്രാമുകൾ ഇത്ര ചിട്ടയോടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിറകിലുള്ള യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് ശ്രീ സെബാസ്റ്റ്യൻ സാർ. അദ്ദേഹം ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനവും അങ്ങനെ അവിടെ വെച്ച് നടത്തിയ സൂചിപ്പിച്ചതുപോലെ എക്കണോമിക്സിൻ്റെ പേരിൽ, എക്കണോമിക്സ് അസോസിയേഷൻ്റെ എല്ലാ സ്കൂളിൻ്റെ പേരിൽ നടത്തിയ ഒരു മെഹാനിക്സ് കോമ്പറ്റീഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് നമ്മളുടെ സെബാസ്റ്റ്യൻ സാർ. അതിൽ ലഭിച്ചത് ഹ്യൂമാനിറ്റീസിൽ തന്നെ പഠിക്കുന്ന 2 കുട്ടികൾക്കാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ ജോസിയുടെ മോൾ ഉൾപ്പെടുന്ന ടീമിനായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. സെബാസ്റ്റ്യൻ സാറിന് ഈ എല്ലാ പ്രോഗ്രാമുകളും നന്നായിട്ട് ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായ ഒരു ബിരുദമുണ്ട്. അദ്ദേഹം നന്നായി ചെയ്യുന്നുമുണ്ട്. അടുത്ത വർഷം കൂടി ഈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം തുടരട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമെന്ന് എനിക്കറിയുന്നത്. പോയിട്ടില്ല എന്നതുകൊണ്ട് 3-4 വർഷങ്ങളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി റിട്ടയർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് തൊട്ട് മുൻപായിട്ട് പുതിയൊരു തലമുറ അതിൻ്റെ ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി ഈ യോഗത്തിൽ സംബന്ധിച്ചതിൻ്റെ പേരിൽ. പ്രിയപ്പെട്ട സബിസാറിനെ നമ്മൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. സബിസാർ ക്യാമ്പിലുണ്ടായിരുന്നു. സബിസാറ് ഈ വർഷങ്ങളിലെല്ലാം ഏകദേശം 27 വർഷങ്ങൾ, അതിനകത്ത് ഭൂരിപക്ഷവും സെൻറ്റ് മൈക്കിൾസിൽ എത്തിയിലായിരുന്നു. 20ഓളം വർഷങ്ങൾ സെൻറ്റ് മൈക്കിൾസിലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ വളരെ നെയ്ബേഴ്സാണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് നന്നായിട്ട് പോകും. അങ്ങനെ തോറ്റു പിന്മാറുന്ന സ്വഭാവമോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്ന സ്വഭാവമോ ഒന്നും വെറുതെ ഇരിക്കുകയുമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നൽകുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അധികമായി നന്ദി അർപ്പിക്കുന്നു. സാറ് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം എത്തിച്ചേർന്നാണ് എക്കണോമിക്സ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജയപ്രകാശ് സാർ, അദ്ദേഹം ഇതിനു വേണ്ടി മാത്രമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനും എക്കണോമിക്സ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം പറഞ്ഞാൽ നമ്മുടെ സീനിയർ മോസ്റ്റ് അധ്യാപകരിൽ ഒരാളായ ജിജി സാറ്, അദ്ദേഹത്തിനും യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട രതീഷ് സാറിനുണ്ട് മനോഹരമായ ഒരു ആശംസാ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. കുറച്ച് തത്വചിന്താപരമായി നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ, എന്നാൽ എല്ലാവരുടെയും ഒരു വിശകലനം നടത്തിയ ആശംസാ പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന് എക്കണോമിക്സ് അസോസിയേഷൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും അവരുടെ സമയം കുറേ ചെലവഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും, ഒരു കുടുംബമാണ്, ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും നന്ദി പറയേണ്ട ആവശ്യമില്ല.
അതിനാൽ തന്നെ നന്ദി അമിതമായി പറയുന്ന അവിവേകമാണ്. നമ്മളുടെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായി കമ്പയർ ചെയ്ത പ്രിയപ്പെട്ട സൗമ്യ ടീച്ചറുണ്ട്. സൗമ്യ ടീച്ചറിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. വളരെ നന്നായി നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരുമിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.